Hi, I am Rogis Jose, Managing Director of Alpha Academy. Indian Council of Agriculture and Research, ICAR. ICAR examination വഴിയാണ് ഇന്ത്യ മുഴുവനുള്ള 56 യൂണിവേഴ്സിറ്റികൾ, അത് കേരളം ഉൾപ്പെടെയുള്ള അഗ്രികൾച്ചർ, ഫിഷറീസ്, ഫോറസ്ട്രി ഇതേപോലുള്ള കോഴ്സുകളുടെയും ഈ 56 യൂണിവേഴ്സിറ്റികളുടെയും 15% സീറ്റ് ഫില്ല് ചെയ്യുന്നത് ICAR എക്സാമിനേഷൻ വഴിയാണ് NDA ഫില്ല് ചെയ്യുന്നത്. ഈ എക്സാമിനേഷൻ 2021 എക്സാമിനേഷൻ ഓൺലൈനായിട്ടാണ് എക്സാമിനേഷൻ നടക്കുക. സെപ്റ്റംബർ 7th, 8th ആൻഡ് 13th ഈ 3 ദിവസങ്ങളിലായിട്ടാണ് ഓൺലൈനായിട്ടുള്ള എക്സാമിനേഷൻ സെൻറ്റർ കേരളത്തിലുമുണ്ട്. ഈ എക്സാമിനേഷന് ആപ്ലിക്കേഷൻ ഇൻവൈറ്റ് ചെയ്ത് കഴിഞ്ഞു. ജൂലൈ 25-ാം തീയതി മുതൽ ഓഗസ്റ്റ് 20-ാം തീയതി വരെയാണ് ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യാനുള്ള ടൈം. ഈ ആപ്ലിക്കേഷന് ജനറൽ കാറ്റഗറി സ്റ്റുഡൻസ് ആകുമ്പോൾ 770 റുപ്പീസും അതുപോലെ OBC കാറ്റഗറിയിലുള്ള സ്റ്റുഡൻസിന് 750 റുപ്പീസും SC ST PWD കാറ്റഗറിയിൽ വരുന്ന കുട്ടികൾക്ക് 375 റുപ്പീസുമാണ് ആപ്ലിക്കേഷൻ ഫീസ്. ഇങ്ങനെ എക്സാമിനേഷൻ ഫീ അടച്ച് ആപ്ലിക്കേഷൻ ഫില്ല് ചെയ്യുന്നതിലൂടെയാണ് നമുക്ക് ഇന്ത്യ മുഴുവനുള്ള 56 യൂണിവേഴ്സിറ്റികളിലും 11 ഡിഫറെൻറ്റ് കോഴ്സുകളിലേക്കും നമുക്ക് അഡ്മിഷൻ ലഭിക്കാനുള്ള എലിജിബിലിറ്റി നേടിയെടുക്കാൻ സാധിക്കും. ഇനി എങ്ങനെയാണ് ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യേണ്ടത്, 11 കോഴ്സുകൾ ഏതൊക്കെയാണ്, യൂണിവേഴ്സിറ്റികൾ ഏതൊക്കെയാണ്, ഇതിനെല്ലാം വിശദമായിട്ട് തന്നെ നമുക്കൊന്ന് മനസ്സിലാക്കാം. ICAR എക്സാമിനേഷൻ ത്രൂ 56 യൂണിവേഴ്സിറ്റികളിൽ നമുക്ക് അഡ്മിഷൻ ലഭിക്കുന്നതിലൂടെ പഠിക്കാൻ പറ്റുന്ന 11 കോഴ്സുകളെക്കുറിച്ചും അതിൻ്റെ എലിജിബിലിറ്റിയും നമുക്ക് വിശദമായിട്ട് മനസ്സിലാക്കാം. നമുക്കറിയാം +1 + 2 ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ്, ബയോളജി ഈ സ്ട്രീമുകൾ എടുത്ത്, അത് ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജിയോ, ഫിസിക്സ്, കെമിസ്ട്രി, മാത്സോ, ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി, മാത്സോ ഇത് ഏത് സ്ട്രീം എടുത്ത് പഠിക്കുന്ന കുട്ടികൾക്കും ICAR എക്സാമിനേഷൻ എഴുതാം. അതിപ്പോൾ +2 പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികൾക്കും എഴുതാം, +2 കഴിഞ്ഞ വിദ്യാർത്ഥികൾക്കും എക്സാമിനേഷൻ എഴുതാം. ഇനി ഈ 11 കോഴ്സുകളിലേക്കുള്ള ICARൻ്റെ ഓൺലൈൻ എക്സാമിനേഷനിൽ 3 സബ്ജക്ട്സിൻ്റെ എക്സാമിനേഷനാണ് ഓരോ വിദ്യാർത്ഥികളും എഴുതേണ്ടി വരുന്നത്. ക്വസ്റ്റ്യൻ പേപ്പറിൽ 4 സബ്ജക്ട്സുകൾ ഉണ്ടാവും. പക്ഷേ അതിലേതൊക്കെ 3 സബ്ജക്ട്സ് ആണ് നമ്മൾ പരീക്ഷ എഴുതുന്നത് എന്ന് ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യുന്ന സമയത്ത് തന്നെ നമ്മൾ സെലക്ട് ചെയ്യണം. ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി ആയിട്ടോ, ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ് ആയിട്ടോ, ഫിസിക്സ്, കെമിസ്ട്രി, അഗ്രികൾച്ചർ കോഴ്സുകളായിട്ടോ നമുക്ക് എക്സാമിനേഷന് ക്വസ്റ്റ്യൻസ് സെലക്ട് ചെയ്യാം. ക്വസ്റ്റ്യൻസ് 150 ക്വസ്റ്റ്യൻസ്, ഓരോ സബ്ജക്റ്റിൽ നിന്നും 50 ക്വസ്റ്റ്യൻസ് വീതമുള്ള 3 സബ്ജക്ട്സിൻ്റെ 150 ക്വസ്റ്റ്യൻസ് 150 മിനിറ്റ് കൊണ്ട് ആൻസർ ചെയ്യാനുള്ള എക്സാമിനേഷനാണ് ICAR നടത്തുക. ഒരു ക്വസ്റ്റ്യൻ നമ്മൾ അറ്റൻഡ് ചെയ്യാതെ വിട്ടാൽ അവിടെ പ്രശ്നങ്ങളൊന്നുമില്ല. ശരിയായിട്ട് എഴുതിയാൽ 4 മാർക്കും തെറ്റായിട്ട് എഴുതുന്നതിലൂടെ -, മാർക്കുമാണ് എക്സാമിനേഷന് കിട്ടുക. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഫിസിക്സ് ആണോ, കെമിസ്ട്രി ആണോ, ബയോളജി, മാത്സ്, അഗ്രികൾച്ചർ ഇതിൽ 3-ൽ ഏതാണ് എക്സാമിനേഷന് ക്വസ്റ്റ്യൻ പേപ്പറായിട്ട് എനിക്ക് വേണ്ടത് എന്നുള്ളത് ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യുന്ന സമയത്ത് തന്നെ സെലക്ട് ചെയ്ത് വേണം എക്സാമിനേഷൻ പ്രോസസ്സിങ്ങിൽ നമ്മൾ പങ്കെടുക്കാൻ. ഇനി ഈ 11 കോഴ്സുകൾ ഏതൊക്കെയാണെന്ന് നമുക്ക് വിശദമായിട്ട് നോക്കാം. ഫസ്റ്റ് കോഴ്സ് എന്ന് പറയുന്നത് BSc ഓണേഴ്സ് ഇൻ അഗ്രികൾച്ചർ, ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി, ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ്, ബയോളജി, ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ് ഓർ അഗ്രികൾച്ചർ ഈ സബ്ജക്ട്സുകൾ എടുത്ത് പഠിച്ച വിദ്യാർത്ഥികൾ ഈ കോഴ്സിന് എലിജിബിലിറ്റി ഉണ്ട്. അതേപോലെ എക്സാമിനേഷനിൽ ICAR എക്സാമിനേഷൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജിയോ, ഫിസിക്സ്, കെമിസ്ട്രി, മാത്സോ അല്ലെങ്കിൽ ഫിസിക്സ്, കെമിസ്ട്രി, അഗ്രികൾച്ചറോ അല്ലെങ്കിൽ അഗ്രികൾച്ചർ, ബയോളജി, കെമിസ്ട്രി ആയിട്ടോ ഇങ്ങനെ ഏത് ക്വസ്റ്റ്യൻസ് സെലക്ട് ചെയ്ത് വേണേലും എക്സാമിനേഷൻ എഴുതാനുള്ള പെർമിഷനും ഈ കോഴ്സിലേക്ക് ഒരു അഡ്മിഷന് വേണ്ടിയിട്ട് നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പർ സെലക്ട് ചെയ്യാൻ സാധിക്കും. ഇനി സെക്കൻഡ് കോഴ്സ് എന്ന് പറയുന്നത് BSc ഓണേഴ്സ് ഇൻ ഹോർട്ടിക്കൾച്ചർ. ഈ കോഴ്സിന് ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി, ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ്, ബയോളജി, ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ് ദെൻ അഗ്രികൾച്ചർ ഈ സബ്ജക്ട്സുകൾ എടുത്ത് പഠിച്ച വിദ്യാർത്ഥികൾക്ക് ഈ കോഴ്സിന് എലിജിബിലിറ്റി ഉണ്ട്. അതേപോലെ എക്സാമിനേഷന് ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജിയുടെ സ്ട്രീമോ അല്ലെങ്കിൽ ഫിസിക്സ്, കെമിസ്ട്രി, മാത്സിൻ്റെ സ്ട്രീമോ, ഫിസിക്സ്, കെമിസ്ട്രി, അഗ്രികൾച്ചറിൻ്റെ സ്ട്രീമോ അല്ലെങ്കിൽ അഗ്രികൾച്ചർ, ബയോളജി, കെമിസ്ട്രി ഈ സ്ട്രീം എടുത്തോ പരീക്ഷ എഴുതാനായിട്ടും ഈ കോഴ്സിന് എലിജിബിലിറ്റി ഉണ്ട്. ദെൻ തേർഡ് കോഴ്സ് എന്ന് പറയുന്നത് ബാച്ചിലർ ഇൻ ഫിഷറി സയൻസ്. അതുപോലെ ഫോർത്ത് കോഴ്സ് എന്ന് പറയുന്നത് BSc ഓണേഴ്സ് ഇൻ ഫോറസ്ട്രി. ഈ 2 കോഴ്സുകൾക്കും ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി, ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ്, ബയോളജി ഓർ അഗ്രികൾച്ചർ ഈ സബ്ജക്ട്സുകൾ എടുത്ത് പഠിച്ച വിദ്യാർത്ഥികൾ ഈ കോഴ്സുകളിലേക്ക് എലിജിബിലിറ്റി ഉണ്ട്. അവരുടെ എക്സാമിനേഷൻ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി, ഫിസിക്സ്, കെമിസ്ട്രി, അഗ്രികൾച്ചർ
അഗ്രികൾച്ചർ, ബയോളജി, കെമിസ്ട്രി. ഈ സബ്ജക്ട്സിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറിൽ സെലക്ട് ചെയ്ത് പരീക്ഷ എഴുതാനും പെർമിഷൻ ഉണ്ട്. 5th കോഴ്സ് എന്ന് പറയുന്നത് BSc ഓണേഴ്സ് ഇൻ കമ്മ്യൂണിറ്റി സയൻസ്, 6th കോഴ്സ് ഫുഡ് ന്യൂട്രീഷൻ ആൻഡ് ഡയറ്റിക്സ്, ദെൻ 7th കോഴ്സ് BSc ഓണേഴ്സ് ഇൻ സെറികൾച്ചർ. ഈ 3 കോഴ്സിനും ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി, ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ്, ബയോളജി, ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ്, ഈ സ്ട്രീമുകളിലുള്ള സബ്ജക്ട്സുകൾ +2 പഠിച്ച വിദ്യാർത്ഥികൾ ഈ 3 കോഴ്സിലേക്കും എലിജിബിലിറ്റി ഉണ്ട്. അതേപോലെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജിയോ അല്ലെങ്കിൽ ഫിസിക്സ്, കെമിസ്ട്രി, മാത്സിൻ്റെയോ ക്വസ്റ്റ്യൻസ് സെലക്ട് ചെയ്ത് നമുക്ക് എക്സാമിനേഷൻ എഴുതാൻ ഈ കോഴ്സുകളിലേക്ക് അഡ്മിഷൻ നേടാനുള്ള ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾക്ക് പെർമിഷൻ ഉണ്ട്. ദെൻ അടുത്ത കോഴ്സുകളായ ബിടെക് കോഴ്സുകളായ ബിടെക് അഗ്രികൾച്ചർ എഞ്ചിനീയറിംഗ്, ബിടെക് ഡയറി ടെക്നോളജി, ബിടെക് ഫുഡ് ടെക്നോളജി, ഈ 3 കോഴ്സുകളിലേക്കും ബിടെക് കോഴ്സുകളായതുകൊണ്ട് തന്നെ ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ് അല്ലെങ്കിൽ ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ്, ബയോളജി ഈ സബ്ജക്ട്സുകൾ എടുത്ത് +2 പഠിച്ച വിദ്യാർത്ഥികൾ എലിജിബിലിറ്റി ഉണ്ട്. അതേപോലെ എക്സാമിനേഷൻ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഫിസിക്സ്, കെമിസ്ട്രി, മാത്സിൻ്റെ ക്വസ്റ്റ്യൻസ് സെലക്ട് ചെയ്താണ് എക്സാമിനേഷൻ എഴുതേണ്ടത്. ദെൻ 11th കോഴ്സായ ബിടെക് കോഴ്സ് ബയോടെക്നോളജി. ഈ ബയോടെക്നോളജിക്ക് നമുക്ക് എലിജിബിലിറ്റി നേടണമെങ്കിൽ +2 ഫിസിക്സ്, കെമിസ്ട്രി, മാത്സോ ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജിയോ പഠിച്ച വിദ്യാർത്ഥികൾക്കാണ് ബിടെക് ബയോടെക്നോളജിക്ക് എലിജിബിലിറ്റി ഉള്ളത്. ആ വിദ്യാർത്ഥികൾ എക്സാമിനേഷൻ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഫിസിക്സ്, കെമിസ്ട്രി, മാത്സിൻ്റെയോ അല്ലെങ്കിൽ ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജിയുടെയോ ക്വസ്റ്റ്യൻസ് സെലക്ട് ചെയ്ത് എക്സാമിനേഷൻ എഴുതാം. ഈ കോഴ്സുകളിലേക്ക് അഡ്മിഷൻ നേടാൻ ICARൻ്റെ വെബ്സൈറ്റിലൂടെ നമ്മൾ കാൻഡിഡേറ്റ് രജിസ്ട്രേഷൻ ചെയ്ത് വേണം അഡ്മിഷൻ പ്രോസസ്സിങ്ങിൽ പങ്കെടുക്കാൻ. ഈ കാൻഡിഡേറ്റ് രജിസ്ട്രേഷൻ ചെയ്യുമ്പോൾ 4 പ്രോസസ്സിങ്ങിലൂടെയാണ് ആപ്ലിക്കേഷൻ സബ്മിഷൻ നമുക്ക് കംപ്ലീറ്റ് ചെയ്യാൻ സാധിക്കുക. ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഓൺലൈൻ ആപ്ലിക്കേഷൻ വിത്ത് പേഴ്സണൽ ഡീറ്റെയിൽസ് ഒക്കെ സബ്മിറ്റ് ചെയ്തുകൊണ്ട് കംപ്ലീറ്റ് ചെയ്യുക. സെക്കൻഡ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഓൺലൈൻ ആപ്ലിക്കേഷൻ വിത്ത് ക്വാളിഫിക്കേഷൻ ഡീറ്റെയിൽസ് എല്ലാം നമ്മൾ സബ്മിറ്റ് ചെയ്യുക. തേർഡ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഡോക്യുമെന്റ്സുകൾ എന്ന് പറഞ്ഞാൽ 3 കാര്യങ്ങളാണ്. കളർ ഫോട്ടോ, ബാക്ക് ടു ബാക്ക്ഗ്രൗണ്ട് ആയിരിക്കണം. ഈ ഫോട്ടോയും സിഗ്നേച്ചറും അതേപോലെ തമ്പ് ഇംപ്രഷനും അപ്ലോഡ് ചെയ്തുകൊണ്ട് ആ അപ്ലോഡിംഗ് പ്രോസസ്സിംഗ് കംപ്ലീറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഫോർത്ത് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഫീ പേയ്മെൻ്റ് ആണ്. ഇത്രയും കാര്യങ്ങൾ കൃത്യമായി ചെയ്താണ് ഒരു കുട്ടി ആപ്ലിക്കേഷൻ പ്രോസസ്സിംഗ് കംപ്ലീറ്റ് ചെയ്തത്. ഇനി ഫസ്റ്റ് രജിസ്ട്രേഷൻ പ്രോസസ്സിംഗ് ആണ്. സെക്കൻഡ്, ഒരു പ്രാവശ്യം രജിസ്ട്രേഷൻ കഴിഞ്ഞു കഴിഞ്ഞാൽ രണ്ടാമത്തെ പ്രാവശ്യം നമ്മൾ ഈ സൈറ്റിലേക്ക് എൻ്റർ ചെയ്യുമ്പോൾ സൈനിങ് പ്രോസസ്സിംഗ് ചെയ്താൽ മതിയാവും. രജിസ്ട്രേഷൻ പ്രോസസ്സിംഗ് ഫസ്റ്റ് സ്റ്റെപ്പ് ചെയ്യാനായി കാൻഡിഡേറ്റിൻ്റെ നെയിം, ഫാദേഴ്സ് നെയിം, മദേഴ്സ് നെയിം, ഡേറ്റ് ഓഫ് ബർത്ത്, ഐഡൻറ്റിറ്റി ടൈപ്പ്, നമ്മൾ എന്താണോ ആധാർ കാർഡാണോ അല്ലെങ്കിൽ എന്താണ് നമുക്ക് ഡോക്യുമെൻ്റ് സബ്മിറ്റ് ചെയ്യുന്നത് അത് സെലക്ട് ചെയ്യുക, അതിൻ്റെ വാലിഡിറ്റി എൻ്റർ ചെയ്യുക. ദെൻ ജെൻഡർ കൊടുക്കുക, ഇമെയിൽ അഡ്രസ്സ് കൃത്യമായിട്ടുള്ള കാൻഡിഡേറ്റിന് തന്നെ ഇമെയിൽ അഡ്രസ്സ് അത് കൺഫേം ചെയ്യുന്ന രീതിയിൽ വീണ്ടും ഒന്നുകൂടെ എൻ്റർ ചെയ്യുക. ദെൻ കൃത്യമായിട്ട് ആ കാൻഡിഡേറ്റിന് തന്നെ മൊബൈൽ നമ്പർ കൊടുക്കുക. ഇനി സെപ്പറേറ്റ് ഒരു മൊബൈൽ നമ്പർ അത് പേരൻസിൻ്റെ ആരുടെയെങ്കിലും ഉണ്ടെങ്കിൽ അത് എൻ്റർ ചെയ്യുക. ദെൻ ലാൻഡ് ഫോൺ നമ്പർ ഉണ്ടെങ്കിൽ അതിൻ്റെ STD കോഡ് ഉൾപ്പെടെയുള്ള ഫോൺ നമ്പർ കൊടുക്കുക. ദെൻ പെർമനൻറ്റ് അഡ്രസ്സ് കൃത്യമായിട്ട് എൻ്റർ ചെയ്യുക. ദെൻ പ്രസൻറ്റ് അഡ്രസ്സ് തന്നെയാണ് പെർമനൻറ്റ് അഡ്രസ്സ് എങ്കിൽ അത് തന്നെ അവിടെ ക്ലിക്ക് ചെയ്യുക, അല്ലെങ്കിൽ പ്രസൻറ്റ് അഡ്രസ്സും എൻ്റർ ചെയ്ത് കൊടുക്കുക. ദെൻ പാസ്വേഡ് ചൂസ് ചെയ്യുക, കൺഫേം പാസ്വേഡ് കൊടുക്കുക, സെക്യൂരിറ്റി ക്വസ്റ്റ്യൻ ആൻസർ കൊടുക്കുക. അതിനുശേഷം ക്യാപ്ചയും എൻട്രി ചെയ്തതിന് ശേഷം നമ്മൾ കൊടുത്തിരിക്കുന്ന ഡോക്യുമെൻറ്റ്സ് എല്ലാം നെയിം, ഫാദേഴ്സ് നെയിം, മദേഴ്സ് നെയിം, ഡേറ്റ് ഓഫ് ബർത്ത്, ജെൻഡർ, മൊബൈൽ നമ്പർ, ഇമെയിൽ ID, അഡ്രസ്സ്, ഇത്രയും കാര്യങ്ങൾ കൃത്യമായിട്ടാണ് സബ്മിറ്റ് ചെയ്തിരിക്കുന്നത് എന്ന് ഉറപ്പുവരുത്താനായി അവിടെ ടിക്ക് മാർക്കും കൊടുത്ത് ഇതെല്ലാം ശരിയായിട്ടാണ് എൻട്രി ചെയ്തിരിക്കുന്നതെന്ന് ടിക്ക് കൊടുത്ത് സബ്മിറ്റ് ചെയ്താണ് രജിസ്ട്രേഷൻ പ്രോസസ്സിംഗ് ഫസ്റ്റ് സ്റ്റെപ്പ് നമ്മൾ കംപ്ലീറ്റ് ചെയ്യേണ്ടത്. ഇങ്ങനെ സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ സെക്കൻഡ് ആപ്ലിക്കേഷൻ, ആ ആപ്ലിക്കേഷൻ ലിങ്ക് ക്ലിക്ക് ചെയ്തതിന് ശേഷം അത് കംപ്ലീറ്റ് ചെയ്യുക. ഡോക്യുമെൻറ്റ്സുകൾ അപ്ലോഡ് ചെയ്യുമ്പോൾ ഒരു കാൻഡിഡേറ്റിന് കിട്ടുന്ന റിസർവേഷൻസ്, ആ റിസർവേഷൻസ് OBC കാറ്റഗറിയിലുള്ളവരാണെങ്കിൽ നോൺ ക്രിമിലെയർ സർട്ടിഫിക്കറ്റും കൂടെ താലൂക്ക് ഓഫീസിൽ നിന്ന് കിട്ടുന്ന ഡോക്യുമെൻറ്റ്സുകൾ, അത് OBC റിസർവേഷൻ്റെ NCL സർട്ടിഫിക്കറ്റുകൾ താലൂക്ക് ഓഫീസിൽ നിന്ന് ലഭിക്കുന്നത്, അതുപോലെ PWD കാറ്റഗറിയിൽ വരുന്ന കുട്ടികൾ, അതേപോലെ EWS റിസർവേഷൻ വരുന്ന, അതുപോലെ ഏത് റിസർവേഷനുള്ള കുട്ടികളാണെങ്കിലും ഈ ICARൻ്റെ ഇൻഫർമേഷൻ ബുള്ളറ്റിൻ ഡൗൺലോഡ് ചെയ്യുമ്പോൾ അതിൽ കൊടുത്തിരിക്കുന്ന നിശ്ചിത ഫോർമാറ്റിൽ തന്നെ വേണം താലൂക്ക് ഓഫീസിൽ നിന്നും ഇതിൻ്റെ എല്ലാം റിസർവേഷൻ്റെ സർട്ടിഫിക്കറ്റുകൾ നമ്മൾ കളക്ട് ചെയ്യാനും. ഈ സർട്ടിഫിക്കറ്റുകളൊന്നും ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ അപ്ലോഡ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇതെല്ലാം എക്സാമിനേഷൻ കഴിഞ്ഞ് ഒരു അഡ്മിഷൻ കിട്ടുന്ന സമയത്ത് കോളേജിൽ ചെല്ലുന്ന സമയത്ത് മാത്രം ഈ ഡോക്യുമെൻറ്റ്സുകൾ നമ്മൾ സബ്മിറ്റ് ചെയ്താൽ മതിയാവും.
SC/ST കുട്ടികൾക്ക് ഈ ഫോർമാറ്റിലുള്ള ഈ പേജ് വേണം പ്രിന്റ് ഔട്ട് എടുത്തതിന് ശേഷം വേണം താലൂക്ക് ഓഫീസിൽ നിന്നും സർട്ടിഫിക്കറ്റ് കളക്ട് ചെയ്യാൻ. OBC കുട്ടികൾ NCL സർട്ടിഫിക്കറ്റ് ഈ ഫോർമാറ്റിൽ വേണം താലൂക്ക് ഓഫീസിൽ നിന്നും കളക്ട് ചെയ്യാൻ. അതേപോലെ OBC ഡിക്ലറേഷനും ഈ ഫോർമാറ്റിൽ തന്നെ വേണം നമ്മൾ താലൂക്ക് ഓഫീസിൽ നിന്നും കളക്ട് ചെയ്യാൻ. EWS കാറ്റഗറിയിൽ വരുന്ന കുട്ടികൾക്ക് എക്കണോമിക്കലി വീക്കർ സെക്ഷൻ ആണെന്നുള്ള പ്രൂവ് ചെയ്യുന്ന സർട്ടിഫിക്കറ്റ്, ഇൻകം സർട്ടിഫിക്കറ്റും താലൂക്ക് ഓഫീസിൽ നിന്നും ഈ ഫോർമാറ്റിൽ തന്നെ വാങ്ങണം. പേഴ്സൺ വിത്ത് ഡിസബിലിറ്റി ഉള്ള കുട്ടികളും 40% എബോവ് ആണ് തങ്ങളുടെ ഡിസബിലിറ്റി എന്ന് പ്രൂവ് ചെയ്യുന്ന സർട്ടിഫിക്കറ്റ് മെഡിക്കൽ കോളേജിൽ നിന്നും കളക്ട് ചെയ്യുന്ന സർട്ടിഫിക്കറ്റ്. ഈ സർട്ടിഫിക്കറ്റുകളൊന്നും ഇപ്പോൾ അപ്ലോഡ് ചെയ്യേണ്ട ആവശ്യമില്ല. അതെല്ലാം അഡ്മിഷൻ ടൈമിൽ കോളേജിലാണ് ഇതെല്ലാം നമ്മൾ സബ്മിറ്റ് ചെയ്യേണ്ടി വരിക. ഈ രജിസ്ട്രേഷൻ പ്രോസസ്സിംഗ് നമുക്ക് ലഭിക്കുന്ന ആപ്ലിക്കേഷൻ നമ്പരും അതുപോലെ പാസ്വേഡും കൃത്യമായി തന്നെ എഴുതി സേഫായിട്ടൊരു സ്ഥലത്ത് സൂക്ഷിച്ചു വെക്കേണ്ടതാണ്. മുന്നോട്ടൊരു സൈൻ ഇൻ പ്രോസസ്സിങ്ങിലൂടെ വീണ്ടും ആപ്ലിക്കേഷൻ ചെക്ക് ചെയ്യുന്ന സമയത്തും എക്സാമിനേഷനും റിസൾട്ടിനും അഡ്മിഷൻ പ്രൊസീജിയറിനും എല്ലാം ഈ ആപ്ലിക്കേഷൻ നമ്പരും പാസ്വേഡും നമുക്ക് മസ്റ്റായിട്ട് കയ്യിൽ ഉണ്ടാവേണ്ടതാണ്. ഈ 56 യൂണിവേഴ്സിറ്റികളിൽ കേരളത്തിലെ കോളേജുകളായ ഫിഷറീസ് കോളേജ് കൊച്ചി, കേരള അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റി വെള്ളാണിക്കര തൃശ്ശൂർ, കേരള വെറ്റിനറി യൂണിവേഴ്സിറ്റി പൂക്കാട് വയനാട്, ഈ കോളേജുകളിലെ 15%ഉം ബാക്കി 85% കീം ത്രൂ ആണ് അഡ്മിഷൻ ലഭിക്കുക. ഈ കോളേജുകളുടെ 15%ഉം ഓൾ ഇന്ത്യ ലെവലിലുള്ള 56 യൂണിവേഴ്സിറ്റികളിലും അഡ്മിഷൻ ലഭിക്കാൻ നമ്മൾ ഈ ICAR എക്സാമിനേഷനിൽ റാങ്കിലൂടെയാണ് നമുക്ക് എലിജിബിലിറ്റി നേടാൻ സാധിക്കുക. ഈ ICAR എക്സാമിനേഷന് നമ്മൾ പഠിക്കേണ്ടി വരുന്ന ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ് അല്ലെങ്കിൽ ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി അല്ലെങ്കിൽ അഗ്രികൾച്ചർ, ഈ കോഴ്സുകളൊക്കെ +1 +2 NCERT ടെക്സ്റ്റ് ബുക്കിൽ നിന്നാണ് എൻട്രൻസ് എക്സാമിനേഷന് ക്വസ്റ്റ്യൻ ചോദിക്കുക. അതുകൊണ്ട് തന്നെ ഇപ്പോൾ 10th കഴിഞ്ഞ കുട്ടികളാവട്ടെ, +1 +2 പഠിക്കുന്ന വിദ്യാർത്ഥികളാവട്ടെ, +2 കഴിഞ്ഞ വിദ്യാർത്ഥികളാവട്ടെ, ഈ സബ്ജക്ട്സുകളൊക്കെ നന്നായിട്ട് പഠിക്കുന്നതിലൂടെ ICAR എക്സാമിനേഷൻ മാത്രമല്ല +2 പഠിക്കുന്ന സമയത്ത് എഴുതാൻ പറ്റുന്ന 42ഓളം വിവിധ എൻട്രൻസ് പരീക്ഷകൾ, ഇതിനെല്ലാം എലിജിബിലിറ്റി നേടാനും അതുപോലെ +2 കഴിയുമ്പോൾ മികച്ച ഒരു ക്യാമ്പസും മികച്ച ഒരു കോഴ്സും നേടി ലൈഫിൻ്റെ ഡെസിഗ്നേഷൻ ബെസ്റ്റാക്കി മാറ്റാനും സാധിക്കുന്നു. ആൽഫ അക്കാഡമിയുടെ ക്യാമ്പസിൽ കഴിഞ്ഞ 21 ഇയേഴ്സായി ഇതേപോലെ മെഡിക്കൽ സെക്ടറിലെയും എഞ്ചിനീയറിംഗ് സെക്ടറിലെയും വിവിധ കോഴ്സുകൾക്ക് വേണ്ടിയിട്ട് ഏറ്റവും മികച്ച വിദ്യാർത്ഥികളെ തിരഞ്ഞെടുത്ത് പഠിപ്പിക്കുകയല്ല, മറിച്ച് വിജയിക്കാൻ ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികളെ മികച്ച രീതിയിൽ പഠിപ്പിച്ച് മികച്ച കഴിവുകളുള്ളവരാക്കി അവരെ മാറ്റുന്നു. ഏതൊരു വിദ്യാർത്ഥിക്കും നന്നായി പഠിക്കാനും നല്ല വിജയം നേടാനും ആൽഫയുടെ ക്യാമ്പസിലേക്ക് വരാം. റിപ്പീറ്റർ ബാച്ചിലോ ലോങ് ടൈം കോച്ചിങ്ങിലോ ഇൻ്റഗ്രേറ്റഡ് സ്കൂളിംഗ് സിസ്റ്റത്തിലോ ഒക്കെ ജോയിൻ ചെയ്തുകൊണ്ട് നന്നായി പഠിച്ച് വിജയം നേടാനും അതുപോലെ ഓൺലൈൻ പ്രോസസ്സിങ്ങിലും ആപ്ലിക്കേഷൻ സബ്മിഷനും അതുപോലെ അഡ്മിഷൻ പ്രൊസീജിയറിനും ഒക്കെ നിങ്ങൾക്കുണ്ടാവുന്ന ഏതൊരു സംശയങ്ങളിലും വിദ്യാർത്ഥികളോടും പേരൻസിനോടൊപ്പം ഒത്തുചേർന്ന് നിൽക്കാനും വിജയത്തിലേക്ക് നയിക്കാനും ആൽഫ അക്കാഡമി കൂടെ ഉണ്ടാവും. എല്ലാവർക്കും നല്ല വിജയം നേടാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. ബെസ്റ്റ് വിഷസ്.